ആചാരാനുഷ്ഠാനങ്ങളില്ലാതെ വെറും ഭക്ഷണവും പാട്ടും മാത്രമാണ് ഹിന്ദു വിവാഹങ്ങൾ എന്ന് കരുതിയാൽ തെറ്റി. ഹിന്ദുവിവാഹം പാട്ടും നൃത്തവും ഭക്ഷണവുമാണ് എന്ന് കരുതരുത്. കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങളോടെ ആ ചടങ്ങ് നടന്നില്ല എങ്കിൽ സാധുവാകില്ല എന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഹിന്ദുവിവാഹം എന്നത് പവിത്രമായ സംസ്കാരമാണ്. ഭാരതീയ സമൂഹം ഉയർന്ന മൂല്യം നൽകുന്ന മഹനീയ കർമ്മമാണിത്. പാട്ടും നൃത്തവും ഭക്ഷണവുമാണ് ഹിന്ദുവിവാഹം എന്ന് കരുതരുത് എന്നും ജസ്റ്റിസ് ബി നാഗരത്ന, അഗസ്റ്റിൻ ജോർജ് മസീഹുവും അടങ്ങുന്ന ബെഞ്ച് ചൂണ്ടിക്കാട്ടി. 1955 ഹിന്ദുവിവാഹ നിയമപ്രകാരം വിവാഹം നടക്കുന്നില്ല എങ്കിൽ അതിനുള്ള നിയമസാധുത ഇല്ലാതാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2 പൈലറ്റുമാരുടെ വിവാഹമോചന ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ സുപ്രധാന പരാമർശം ഉണ്ടായത്. സാധുവായ ചടങ്ങുകൾ ഇല്ലാതെയായിരുന്നു പ്രസ്തുത വിവാഹം നടന്നത്. പവിത്രമായ വിവാഹത്തെ ഒരു വാണിജ്യ ഇടപാടാക്കി മാറ്റുന്നതിനോട് കോടതിക്ക് യോജിക്കാൻ സാധിക്കില്ല. വിവാഹം എന്നത് സ്ത്രീധനവും സമ്മാനങ്ങളും ആവശ്യപ്പെടാനും കൈമാറാനുമുള്ള അവസരമായി കാണാനും പാടില്ല. കുടുംബസങ്കല്പത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഇത്. ഹിന്ദുവിവാഹം സന്താനോൽപാദനത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും കുടുംബത്തെ ഏകീകരിക്കുകയും ചെയ്യുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ഋഗ്വേദമനുസരിച്ച് സപ്തപതി, അതായത് വരനും വധുവും ചേർന്ന് അഗ്നിക്ക് വലം വയ്ക്കുക പോലുള്ള ചടങ്ങുകളില്ലാതെ ഹിന്ദുവിവാഹം സാധുവാകില്ല എന്ന് ഏപ്രിൽ 19 കോടതി വ്യക്തമാക്കി. 1955 മെയ് 18 നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഹിന്ദുവിവാഹവുമായി ബന്ധപ്പെട്ട നിയമം ക്രോഡീകരിച്ചിട്ടുണ്ട്. കക്ഷികൾ നിയമത്തിലെ സെക്ഷൻ 7 അനുസരിച്ചുള്ള ചടങ്ങുകൾക്ക് പൂർത്തിയാക്കിയില്ല എങ്കിൽ ആ വിവാഹം ഹിന്ദുവിവാഹമായി കണക്കാക്കില്ലെന്നും ബെഞ്ച് പറഞ്ഞു. വിവാഹം എന്നത് വാണിജ്യപരമായ ഇടപാടല്ല. സമൂഹത്തിന് അടിത്തറ പാകുന്ന കുടുംബം എന്ന ഘടനയിലേക്ക് ഒരു യുവാവും യുവതിയും കടക്കുന്ന നിമിഷത്തെ ആഘോഷിക്കുന്നതാണ് വിവാഹം. ഹിന്ദുവിവാഹം കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുകയും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സാഹോദര്യം ദൃഢമാക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിനും ഉപരി വിവാഹം പവിത്രമാണ്. കാരണം 2 വ്യക്തികൾ തമ്മിലുള്ള ആജീവനാന്തകാല പരസ്പര ബന്ധത്തിന് അത് മാന്യതയും ഐക്യവും നൽകുന്നു. പ്രത്യേകിച്ചും ആചാരങ്ങളും ചടങ്ങുകളും നടത്തുമ്പോൾ വ്യക്തിക്ക് നിർവൃതി നൽകുന്ന ഒരു സംഭവമായിട്ടാണ് വിവാഹം കണക്കാക്കപ്പെടുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. അനുയോജ്യമായ ചടങ്ങുകൾ നടത്താത്ത പക്ഷം ഹിന്ദുവിവാഹ നിയമത്തിലെ വകുപ്പ് 7(1) പ്രകാരം അതിന് പൂർണ്ണതയില്ല. സെക്ഷൻ 7ന്റെ 2ാം ഉപവകുപ്പ് പ്രകാരം സപ്തതി ചടങ്ങുകൾ പ്രകാരമാണ് വിവാഹം നടത്തുന്നത് എങ്കിൽ വരനും വധുവും അഗ്നിക്ക് ചുറ്റും 7 തവണ നടന്നാൽ മാത്രമേ വിവാഹം പൂർത്തിയാകുള്ളൂ എന്നാണ്. അതിനാൽ നിർദ്ദേശിച്ചിട്ടുള്ള ആചാരങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ഹിന്ദു വിവാഹങ്ങൾ പൂർത്തിയായതായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കോടതി വ്യക്തമാക്കി. ബീഹാറിലെ മുസാഫർപൂരിലെ കോടതിയിൽ നിന്ന് വിവാഹമോചന ഹർജി ജാർഖണ്ഡിലെ റാഞ്ചിയിലെ കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സ്ത്രീ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയത്. ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ പൈലറ്റുമാരായ ഈ ദമ്പതികൾ ഭരണഘടനയുടെ അനുച്ഛേദം 142 പ്രകാരം കേസ് പിൻവലിക്കാൻ സംയുക്ത അപേക്ഷ നൽകി. 2021 മാർച്ച് 7 വിവാഹ നിശ്ചയം കഴിഞ്ഞ ഇവർ 2021 ജൂലൈ 7 തങ്ങളുടെ വിവാഹം കഴിഞ്ഞതായി അവകാശപ്പെട്ടു. 2017 ഉത്തർപ്രദേശ് വിവാഹ രജിസ്ട്രേഷൻ നിയമപ്രകാരമുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇവർ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഇവരുടെ കുടുംബങ്ങൾ ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടത്താനായി നിശ്ചയിച്ചിരുന്നത് 2022 ഒക്ടോബർ 25 ഇതിനിടയിൽ ഇവർ ഒരുമിച്ച് താമസിച്ചു എങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇവർ പിരിയാൻ തീരുമാനിച്ചു. ഒരു ഹിന്ദു വിവാഹം ബാധകമായ ആചാരങ്ങളോ സപ്തപതി പോലുള്ള ചടങ്ങുകളോ അനുസരിച്ചുള്ളതല്ല എങ്കിൽ ആ വിവാഹം ഹിന്ദു വിവാഹമായി കണക്കാക്കില്ല എന്ന് ബെഞ്ച് ഉത്തരവിട്ടു. അതേസമയം 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം കഴിക്കുന്നത് എങ്കിൽ ഏതൊരു സ്ത്രീക്കും പുരുഷനും ഭാര്യ ഭർത്താവ് പദവി ലഭിക്കുമെന്നും കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ നിയമങ്ങൾക്ക് അനുസൃതമായി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് ഹിന്ദു വിവാഹത്തിന് തെളിവാകില്ല എന്നും ബെഞ്ച് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.